ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ എപ്പോഴും ഫീഡ്ബാക്കുകളെ അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. എന്താണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ ഇന്ന മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അതിനെന്താണ് കുറവെന്നുള്ളത് തർക്കിക്കുന്നവരായിരിക്കും നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർ. അതേസമയം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരോ ആ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാം, അത് ഓരോ കാര്യങ്ങളിലും ആവട്ടെ. പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നീ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെ എന്ത് കാര്യങ്ങൾ ഒരു ഫീഡ്ബാക്ക് പേരൻസിൻ്റെ ഭാഗത്തു നിന്നാവട്ടെ, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാവട്ടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ നിന്നാവട്ടെ, ഒരു ഫീഡ്ബാക്കുകൾ കേൾക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവാതെ അക്സെപ്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ. നമ്മുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഏറ്റവും മികച്ചതാക്കുന്നതിലേക്ക് നമ്മൾ വളർത്താൻ സാധിക്കും.